ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം കണ്ട ഡ്രാമയുടെ സെക്കൻഡ് പാർട്ട് കണ്ടാലോ? പിയാനോ കോമ്പറ്റീഷന് വരില്ല എന്ന് പറഞ്ഞ ഹീറോ ആവട്ടെ അവളുടെ കോമ്പറ്റീഷൻ കാണാൻ എത്തുകയും അവളുടെ വായനയിൽ ലയിച്ച് അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞാലോ എന്ന് ഭയന്ന് അവിടുന്ന് പോയ ഹീറോയെയാണല്ലോ നമ്മൾ അവസാനമായി കണ്ടു നിർത്തിയിരുന്നത്. അവൻ പോയത് ഹീറോയിനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവട്ടെ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു പാർട്ടി നടത്തുകയായിരുന്നു. ഫൈനൽ ഇയർ അല്ലേ, അതിൻ്റെ ഒരു ഫെയർവെൽ പാർട്ടിക്ക് ഹീറോയിനും വന്നെത്തിയിട്ടുണ്ടായിരുന്നു. അവള് ജയിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാതെയല്ലേ അവൻ അവിടുന്ന് മാറിപ്പോയത്. കോമ്പറ്റീഷൻ വിൻ ചെയ്തോ എന്ന് അവൻ അവളടുത്ത് ചോദിക്കുമ്പോൾ വിൻ ചെയ്തു, ഒന്നാമതെത്തിയെന്നും അവൾ പറയുന്നുണ്ട്. നിന്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു, എന്തായാലും നീ വിൻ ചെയ്യുമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു എന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ ഇതൊന്നും പറയാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല. കാരണം കോമ്പറ്റീഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഓടിപ്പോയനല്ലേ നീ എന്ന് അവൾ ചോദിക്കുന്നു. പിന്നീട് എല്ലാവരും ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ കിട്ടുന്ന ഗ്യാപ്പിലെല്ലാം ഹീറോയിൻ്റെ വായൊക്കെ തുടച്ചു കൊടുക്കുകയും അവളെ ഇംപ്രസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അവൻ തന്നോട് ഫ്ലർട്ട് ചെയ്യാണോ എന്നൊരു സംശയം ഹീറോയിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന കേക്കിൻ്റെ ക്രീം എടുത്ത് അവൻ്റെ മുഖത്തേക്ക് തേച്ചതിന് ശേഷം, ഇപ്പോൾ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്തില്ലേ, അതുപോലെ നീയും എനിക്ക് ഹെൽപ്പ് ചെയ്യണം. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, ചെയ്യുന്നോ ഇല്ലയോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോയിന് നന്നായി മനസ്സിലാവുന്നുണ്ട് അവന് തന്നോട് ഫീലിങ്സ് ഉണ്ടെന്ന്. എന്തു തന്നെയായാലും അവൻ തനിക്ക് തുടച്ചു തന്നതുകൊണ്ട് തന്നെ ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് അവളും തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അവരെല്ലാവരും കൂടി ഒരു ഗെയിം കളിക്കുന്നുണ്ട്. വായിൽ ടിഷ്യൂ പേപ്പർ വെച്ച് വാ കൊണ്ട് തന്നെ കൈമാറുന്നതായിരുന്നു. എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ടിന്റെ കയ്യിലാണ് പിന്നീട് കിട്ടുന്നത്. അവനാവട്ടെ പേപ്പർ പരമാവധി കുറയ്ക്കുന്ന രീതിയിൽ വായിലെ ഉള്ളിലേക്ക് കടിച്ചു പിടിക്കുന്നുണ്ട്. വാങ്ങേണ്ടതായിരുന്നു വെച്ചാൽ ഹീറോയിന്റെ ഫ്രണ്ടായിരുന്നു. അവളാണെങ്കിൽ ഈ മഹാഭാവി എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അത് വാങ്ങി ഹീറോയിന് പാസ് ചെയ്യുന്നു. ഹീറോയിന്റെ വായിലാവട്ടെ ചെറിയൊരു തുണ്ടും കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവള് വല്ലാതെ നെർവസ് ആയിരുന്നെങ്കിലും ഹീറോ ആവട്ടെ വളരെ ഹാപ്പി ആയിരുന്നു. അവനാവട്ടെ സന്തോഷത്തോടെ അവളുടെ അടുത്തേക്ക് അത് വാങ്ങാനായി ചെല്ലുന്നു. എന്നാൽ ഹീറോയിൻ ഉടനടി മുഖം തിരിച്ചു കളയുന്നു. അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ പണിഷ്മെന്റ് ഉണ്ടായിരുന്നു. രണ്ടുപേരും ഹഗ് ചെയ്ത് ഡ്രിങ്ക്സ് കഴിക്കണമെന്നായിരുന്നു പണിഷ്മെന്റ്. അങ്ങനെ രണ്ടുപേരും അത് ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മദ്യം ഹീറോയുടെ തലയ്ക്ക് പിടിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഹീറോയിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ അത്ര പേരുണ്ടായിട്ട് പോലും അവരെ ആരെയും ഗവനിക്കാതെ നിന്റെ ഗേൾ ഫ്രണ്ടായി ഇരിക്കാമോ എന്ന് അവളടുത്ത് ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ ഹീറോയിൻ വല്ലാതെ പകച്ചു പോകുന്നുണ്ട്. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അവിടെ നടന്നത്. ഹീറോയിൻ ചിരിച്ചുകൊണ്ട് തന്നെ അതിന് എസ് പറയുന്നുണ്ട്. അവരിരുവരുടെ ഫ്രണ്ട്സും വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഞങ്ങളിരുവരും എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം കയറി ഗോൾ അടിച്ചല്ലോ എന്ന് സന്തോഷത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടവർ. അങ്ങനെ ഹീറോയിൻ റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ ഹീറോയും അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. അവളാണെങ്കിൽ കുറേ നാളുകൾ കൊണ്ട് തന്നെ ഹീറോയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെയിം കോളേജിലാണ് ആ പെൺകുട്ടിയും ഉള്ളത്. നിനക്ക് എങ്ങനെ തോന്നി ഇത്ര പെട്ടെന്ന് ആ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറയാൻ? ഞാൻ എത്ര നാളുകൊണ്ട് നിന്റെ പിന്നാലെ നടക്കുകയാണെന്ന് അവള് ചോദിക്കുമ്പോൾ എനിക്ക് നിന്റെ മേലിൽ യാതൊരു ഫീലിങ്സും ഇല്ല, ദയവ് ചെയ്ത് ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കാതെ, എനിക്ക് യാതൊരു കാരണവശാലും നിന്റെ മേലിൽ ഇനി ഫീലിങ്സ് ഉണ്ടാവാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവിടേക്ക് കയറി വന്നത്. അവൾ അവനോട് നന്നായി ഒന്ന് സംസാരിച്ചത് പോലുമില്ല. അതിനുശേഷം അവളാവട്ടെ അവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഒരു എക്സ്പേർട്ടിനെ പോലെ തന്നെ എടുത്തു കുടിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ വാ തുറന്ന് അവളെ അമ്പരന്ന് നോക്കുന്നുണ്ട്. അവസാനം അവൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലാവുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട് ആവട്ടെ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുപോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഫ്രണ്ട് ആവട്ടെ നിക്ക്, ഞങ്ങൾ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ അത് അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവരിരുവരെയും കമ്പല് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കാറിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. എന്തിനാ അവൾ ഇത്രത്തോളം മദ്യപിച്ചു എന്ന മട്ടിൽ തന്നെ ഹീറോ അവളെ നോക്കുന്ന സമയത്ത് തന്നെ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട്, ഓൾറെഡി നിനക്കൊരാളുണ്ടെങ്കിൽ പിന്നെന്തിനാണ് നീ എൻ്റെ കൂടെ ഗേൾഫ്രണ്ടായി ഇരിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടപ്പോഴാണ് കാര്യം എന്താണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. ഓ, നീ അതെല്ലാം കേട്ടോ, അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവളിൽ തൊടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോയിൻ ആവട്ടെ മയങ്ങി അവന്റെ മടിയിലേക്ക് തന്നെ വീഴുന്നു. പിറ്റേ ദിവസം അവനാവട്ടെ ഹീറോയിന് വേണ്ടി ലൈബ്രറിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ അവിടേക്ക് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടും വന്നിരുന്നില്ല. ഹീറോയിൻ ആവട്ടെ ഇതേ സമയം ആ ജൂനിയർ പയ്യനുണ്ടല്ലോ അവനോടൊപ്പം എന്തോ റിസർച്ചിന് വന്നിരിക്കുകയായിരുന്നു. അവരിരുവരും അവിടെ വന്നിരിക്കുന്നത് കണ്ടതും ഹീറോ ഒരു ബുക്ക് എടുത്ത് മറിച്ച് അവരിരുവരെ നിരീക്ഷിക്കുന്നുണ്ട്. എടി മഹാഭാവി, ഇന്നലെ ഇഷ്ടം തുറന്നു പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നതിന് ശേഷം മറ്റൊരാളെ ഇത്ര പെട്ടെന്ന് സെറ്റ് ആക്കിയോ എന്നവൻ ദേഷ്യത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. അവർ ജസ്റ്റ് പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി മാത്രമാണ് അവിടെ വന്നിരുന്നത്. ആ പയ്യൻ പോയതിനു ശേഷം ഹീറോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഇതെന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത്? ലൈബ്രറിയിൽ എന്തിനാ വരുന്നത്? ഞാൻ ബുക്കൊക്കെ റിസർച്ച് ചെയ്യാനാ വന്നതെന്ന് അവൻ പറയുന്നു. ബുക്ക് റിസർച്ച് ചെയ്യാനാ നീ ഇവിടെ വന്നെന്ന് ഞാൻ വിശ്വസിക്കണോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അല്ലാതെ പിന്നെ ഇവിടെയുള്ള കുട്ടികളൊക്കെ പഠിക്കാനും അതുപോലെ ലൈബ്രറിയിൽ വരുന്നത് റിസർച്ച് ചെയ്യാനും ഒക്കെ അല്ലേ എന്ന് അവൻ തട്ടിവിടുന്നുണ്ട്. ശരി, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നീ ആ പയ്യൻ്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ എന്നെ വല്ലാതെ ജലസാക്കുന്നുണ്ട്. അവന്റെ മുഖം നോക്കി ഒരെണ്ണം കൊടുക്കാനാ തോന്നിയെന്ന് ഹീറോ പറഞ്ഞത് കേട്ടപ്പോൾ നീ അങ്ങനെയൊന്നും ചെയ്യരുത്. ഓരോന്നും മനസ്സിൽ വിചാരിച്ചിട്ട് ആ പയ്യനെ യാതൊന്നും ചെയ്യരുത്. ഞങ്ങൾക്കിടയിൽ യാതൊന്നുമില്ല.
അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ എന്താണുള്ളത്, നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ എന്താ ഉള്ളതെന്ന് പറയുന്നു ചോദിച്ചുകൊണ്ട് ഹീറോ അവളുടെ മുഖത്തിനടുത്തേക്ക് ചെല്ലുന്നു. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ, ഇവിടെ സ്റ്റുഡൻസ് ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയുടെ കൈയും പിടിച്ച് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഓടുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, റിസൾട്ട് എന്താണെന്നറിയാതെ ഞാൻ എക്സാം പോലും എഴുതാറില്ല. നോവലിന്റെ എൻഡിങ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആദ്യം മുതൽ വായിക്കാറുള്ളൂ എന്നും അവൻ പറയുന്നു. ഇപ്പോൾ ഞാൻ വല്ലാത്ത ടെൻഷനിലാണെന്നും അവൻ കൂട്ടിച്ചേർക്കുന്നു. അവൻ അതും ഇതുമൊക്കെ പറയുന്നു കേട്ടിട്ട് ഹീറോയിൻ സൈലന്റ് ആയി തന്നെ നിൽക്കുന്നു. നിനക്ക് വായടക്കാൻ ഉദ്ദേശമില്ലെന്ന് ചോദിച്ച ഹീറോയിൻ ആവട്ടെ ഉടനടി തന്നെ അവനെ കിസ് ചെയ്യുന്നുണ്ട്. ഹീറോ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. എന്താ ഈ നടക്കുന്നത്, ഇതുവരെ അവളെ ലവ്വേ എക്സ്പോസ് ചെയ്തിട്ടില്ല, അതിനുള്ളിൽ കിസ് ചെയ്തല്ലോ എന്നോർത്ത് അവൻ വല്ലാതെ ഷോക്കാവുന്നു. ഇതാണ് എന്റെ മറുപടി എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് കുനിഞ്ഞോടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ വിടുവോ അവളെ പിടിച്ചു വലിച്ച് അവനിലേക്ക് അടുപ്പിക്കുന്നു. നീ മാത്രം തന്നിട്ട് പോയാൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് ചോദിച്ച് ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്നു. ഇന്ന് മുതൽ കൺഫേം ആയിരിക്കുകയാണ്, നീയും ഞാനും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടാണ്. ഈ വിവരം ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല, എല്ലാവരോടും പറയും. ഇനിയും ആരോടും പറയാതെ മറച്ചു വെക്കണമെന്ന് നീ ആവശ്യപ്പെടുകയാണെങ്കിൽ നട റോഡിലേക്ക് വിളിച്ചുകൊണ്ടുപോയി നിന്നെ ഞാൻ കിസ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഹീറോ അവളെ വിരട്ടുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഇത്ര ധൃതിയിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് സൈലന്റ് ആയി നിൽക്കുന്നു. അത്രയുള്ളായിരുന്നു കാര്യം. പിന്നീടുള്ള ദിവസങ്ങളിൽ എല്ലാ ലവേഴ്സിനെ പോലെ തന്നെയും അവര് ചാറ്റ് ചെയ്യാനും കോൾ ചെയ്യാനും തുടങ്ങുന്നുണ്ട്. നൈറ്റ് ആവുമ്പോഴേക്കും ഹീറോ ആവട്ടെ അവളെ കൂട്ടി നൈറ്റ് റൈഡിനും ഒക്കെ പോവുമായിരുന്നു. എല്ലാവരും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ഹീറോയിനെ ഡേറ്റ് ചെയ്യുമെന്നല്ലായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കോളേജിൽ അവളുടെ കൈയും പിടിച്ചായിരുന്നു അവന്റെ നടപ്പ്. ഇതൊക്കെ മറ്റുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുകയും അവരിരുവരുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഹീറോയിനെ കുറിച്ച് ഗോസിപ്പുകൾ പറയാനും തുടങ്ങുന്നു. ക്ലാസ് തുടങ്ങാറായി, നീ അവളുടെ കൈ വിട്ടാൽ മാത്രമേ അവളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവൾക്ക് പോകാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് ഇരുവരെയും കളിയാക്കുന്നുണ്ട്. ഹീറോ അവിടുന്ന് പോയതിനു ശേഷം ഹീറോയിനോട് രണ്ട് പെൺകുട്ടികൾ മനഃപൂർവ്വം വഴക്കിനൊരുങ്ങുന്നു. വേറൊന്നുമല്ല, ആ പെൺകുട്ടികൾക്കും ഹീറോയുടെ മേലിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നീ എങ്ങനെ അവനെ മയക്കിയേ എന്നൊക്കെ ചോദിച്ച ഹീറോയിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. എന്നാൽ ഇതൊരു ടീച്ചർ ശ്രദ്ധിക്കുകയും ആ പെൺകുട്ടികളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. ടീച്ചർ ഹീറോയിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്, പക്ഷേ ഇതൊക്കെ മറന്നെങ്കിൽ മാത്രമേ നന്നായി പഠിക്കാൻ സാധിക്കൂ. എന്തായാലും നിനക്ക് തന്നെയാണ് ആ സ്കോളർഷിപ്പ് ലഭിക്കാൻ പോകുന്നത്. ലണ്ടനിലേക്ക് പോകാനുള്ള ദയവ് ചെയ്ത് പഠിക്കാൻ നോക്കുന്ന സാറ് പറയുന്നത് കേട്ടിട്ട് ഹീറോയിന് വല്ലാതെ വിഷമാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ആലോചിച്ചുകൊണ്ട് അവൾക്ക് വല്ലാതെ നാണക്കേടും വിഷമമൊക്കെ അനുഭവപ്പെടുന്നു. ഇതേ ടൈമിൽ തന്നെ ഹീറോ ആവട്ടെ ഹീറോയിനെ കാണാനായി ബൊക്കെയുമായി നിൽക്കുകയായിരുന്നു. എന്നാൽ ഹീറോയുടെ ട്രെയിനർ അവനെ വിളിച്ചിട്ട് ഉടനടി തന്നെ ജർമ്മനിയിലേക്ക് പോകണമെന്നും റേസിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ മതിയാവുമെന്നും പറയുന്നു. ഹീറോ ആണെങ്കിൽ വല്ലാതെ ആവുന്നുണ്ട്. ഹീറോയിനോട് എങ്ങനെയും വിവരം അറിയിക്കുമെന്ന് ആലോചിച്ചിട്ട് അവൻ വല്ലാതെ ടെൻഷൻ ആവുന്ന സമയത്ത് തന്നെ ഹീറോയിന് ഒരു കോള് വരുന്നുണ്ട്. അവളുടെ മുത്തശ്ശിക്ക് ഹാർട്ട് അറ്റാക്ക് ആണ്, ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നായിരുന്നു കോളിൽ നിന്ന് അറിഞ്ഞ വിവരം. ഹീറോയിനോടൊപ്പം ആ ജൂനിയർ പയ്യനും ഉണ്ടായിരുന്നു. അവൾ പരിഭ്രാന്തിയോടെ വേഗത്തിൽ ഓടുന്ന കണ്ടിട്ട് അവനും പിന്നാലെ ഓടുന്നു. വിവരങ്ങൾ അവളിൽ നിന്ന് മനസ്സിലാക്കി അവനാവട്ടെ, നീ ഇവിടെ നിന്ന് എത്ര ഓടിയാലും നേരത്തെ അവിടെ എത്താൻ പോകുന്നില്ല, നിനക്ക് വേണ്ടി ടാക്സി ഏർപ്പാടാക്കിയിട്ടുണ്ട്, ടെൻഷൻ ആവാതിരിക്കുന്ന അവളെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഹീറോ അവിടേക്ക് വരുന്നതും അവരെ ഇരുവരും ഒരുമിച്ച് കണ്ടതും ഹീറോ വല്ലാതെ ജലസാവുകയും ആ പയ്യനെ മുഖം നോക്കി ഒരു ഇടി കൊടുക്കുകയും ചെയ്യുന്നു. അവന്റെ പ്രവൃത്തിയിൽ വല്ലാത്ത അതിർത്തിയും ദേഷ്യം തോന്നിയ ഹീറോയിനാവട്ടെ, നീ എന്താണ് ഈ കാണിച്ചത്, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ, നീ വളരെ വലിയൊരു വിഡ്ഢിയാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നാലെ ജൂനിയർ പയ്യനും ഓടിപ്പോകുന്നുണ്ട്. തലയിൽ ഇടിമിന്നലേറ്റതുപോലെ ഹീറോ ഷോക്കായി അവരിരുവരും പോകുന്നത് നോക്കി നിൽക്കുന്നു. ഹോസ്പിറ്റലിലെത്തിയ ഹീറോയിനോടാവട്ടെ മുത്തശ്ശിയുടെ കണ്ടീഷൻ വളരെ മോശമാണെന്നും സ്വന്തക്കാരോടൊക്കെ വിവരം അറിയിച്ചോളാനും പറയുന്നു. ഹീറോയിനാവട്ടെ വല്ലാതെ തളർന്ന് നിലത്തേക്കിരിക്കുന്നു. മുത്തശ്ശിക്ക് എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കൂ എന്ന് പറഞ്ഞ് ഹീറോയിനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഡോക്ടർ പറഞ്ഞു വിടുന്നുണ്ട്. മുത്തശ്ശി പ്ലീസ്, നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവരെ എഴുന്നേൽപ്പിക്കാനായി ട്രൈ ചെയ്യുന്നു. അവളുടെ വാക്കുകൾ കേട്ട് അവർ കണ്ണുകൾ തുറക്കുന്നുണ്ട്. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, നീ എല്ലാവരും അറിയത്തക്ക വിധം പ്രശസ്തയായി മാറണം. നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് ആര് മോശമായി സംസാരിച്ചാലും കുഴപ്പമില്ല, അവർക്കെല്ലാം ചെരുപ്പിന് അടി കൊടുക്കുന്ന പോലെ ആവണം നിന്റെ വളർച്ച എന്ന് അവർ പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനാവട്ടെ തീർച്ചയായും മുത്തശ്ശി ആഗ്രഹിച്ചതെല്ലാം നടക്കും, പക്ഷെ എന്റെ വളർച്ചയിൽ മുത്തശ്ശി കൂടെ ഉണ്ടാവണമെന്ന് അവൾ പറയുന്നു. എന്നാൽ അതേസമയം തന്നെ മുത്തശ്ശി മരണമടയുന്നു. ഹീറോ ആവട്ടെ ജർമ്മനിയിലേക്ക് കോച്ചിനോടൊപ്പം എത്തിയിരുന്നു. കോച്ച് അവനോട് പറയുകയും ചെയ്യുന്നുണ്ട്, നീ വളരെ സ്ലോ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്, നിന്റെ മനസ്സ് തീരെ ശരിയല്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ വേറൊന്നും മനസ്സിൽ ചിന്തിക്കാതെ റേസിനെ കുറിച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് അദ്ദേഹം പറയുന്നു. ഹീറോയിനെ സമാധാനപ്പെടുത്താനായി അവനൊരു മെസ്സേജ് അയക്കാമെന്ന് കരുതുന്നുണ്ട്. ഞാൻ തിരിച്ചെത്തിയതിനു ശേഷം രണ്ടുപേർക്കും കൂടി ഡിന്നറിന് പോകാം, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അപ്പോൾ സംസാരിക്കാം, നീ എന്നോട് ക്ഷമിക്കണം, തെറ്റ് എന്റെ ഭാഗത്താണെന്ന് അവൻ മെസ്സേജ് അയക്കുന്നു. എന്നാൽ ഹീറോയിനിൽ നിന്ന് ഒരു റിപ്ലൈ പോലും വന്നില്ല. കാരണം മുത്തശ്ശിയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടക്കുകയാണല്ലോ. ഹീറോയിന് 2 ആന്റിമാരുണ്ടായിരുന്നു, അതിലൊരു ആന്റിയാണ് ഇവർ. മുത്തശ്ശി മരണമടഞ്ഞു പോയത് കൊണ്ട് തന്നെ ഇനി ഹീറോയിന്റെ കാര്യങ്ങളൊക്കെ അവരുടെ തലയിലാവുമോ എന്ന ഭയത്തിലായിരുന്നു അവർ. നീ ഇനി എന്ത് ചെയ്യും, ജോലിക്ക് പോകുമോ എന്നൊക്കെ അവർ അവളോട് തിരക്കുന്നുണ്ട്. ജോലിയൊന്നും ചെയ്യുന്നില്ല, താൻ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അവൾ വ്യക്തമാക്കുന്നു.
ഇനി എബ്രോഡിലേക്കാണ് പോകാൻ പോകുന്നതെന്നും പറയുന്നു. ഇത്രയും പഠിപ്പിച്ചതും പോരാ, ഇനി നിന്നെ എബ്രോഡിലേക്ക് വായിക്കണോ, ആരിതിൻ്റെയൊക്കെ ചെലവ് വഹിക്കും എന്നവർ നീരസത്തോടെ തിരക്കുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട് താൻ ജോലി ചെയ്ത് പഠിച്ചോളാമെന്ന്. അവർ വീണ്ടും ഹീറോയിനെ വളരെയധികം വിഷമിപ്പിച്ച് സംസാരിക്കുന്നു. ഇതേസമയം തന്നെ ഹീറോയിന്റെ മറ്റൊരു ആന്റി വരുന്നുണ്ട്. അവർ വളരെ നല്ല സ്ത്രീയാണ്. അവരെ കണ്ടുടഞ്ഞ് തന്നെ ഹീറോയിൻ അവരെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട്. അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കണം, ഞാൻ പെട്ടെന്ന് വിവാഹിതയായി പോവുകയായിരുന്നു, ദയവ് ചെയ്ത് നീ ആ സ്വപ്നം നിറവേറ്റണം, നിന്നെയും എബ്രോഡിലേക്ക് കൊണ്ടുപോയി നിന്റെ പഠനത്തിന്റെ മുഴുവൻ ചെലവുകളും വഹിച്ചോളാമെന്ന് തന്നെ ആ സ്ത്രീ പറയുന്നു. മറ്റേ സ്ത്രീ ആവട്ടെ അമ്പരപ്പിൽ തന്നെ എന്തായി നടക്കുന്നതെന്ന് മട്ടിൽ അവരിരുവരെ നോക്കുന്നുണ്ട്. കയ്യോടെ തന്നെ ആന്റി ആവട്ടെ അവളെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. അവന്റെ ഫ്രണ്ട്സ് പോലും അവനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ഹീറോ ആണെങ്കിൽ റേസ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുകയും പ്രൈസ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ടിവിയിലൂടെയാണ് ഈ വിവരങ്ങളൊക്കെ ഹീറോയിൻ അറിയുന്നതും. ഈ ആന്റി ആവട്ടെ ലണ്ടനിലാണ് താമസം. അതുകൊണ്ട് തന്നെ ഹീറോയിനുമായി എബ്രോഡിലേക്ക് പോകാൻ ഇന്നേ ദിവസം അവർ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ അവളെ റെഡി ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഹീറോ അവളെ വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ അവളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തു പറയണമെന്ന് ഹീറോയിനും അറിയില്ല. പക്ഷെ മനസ്സിലവളൊരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും അവസാനമായി അവനെ കണ്ട് ബ്രേക്കപ്പ് പറഞ്ഞതിന് ശേഷം മടങ്ങിയെത്താമെന്ന്. 3 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് ആന്റി വന്ന് അവളുടെ അടുത്ത് പറയുമ്പോൾ, ഒരു 10 മിനിറ്റ് ആന്റി, ഞാൻ ഇപ്പോൾ പോയിട്ട് വരാം, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവളുടെ കണ്ണുകളെല്ലാം ഈ സമയത്ത് നിറയുന്നുണ്ടായിരുന്നു. ഹീറോ കുറെ നേരമായിരുന്നു അവളെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അവൻ വല്ലാതെ പരിഭ്രാന്തിയിലായിരുന്നു. അവളുടെ സംസാരം അത്ര പന്തിയല്ലെന്ന് അവന് തോന്നി. ഹീറോയിൻ അവിടേക്ക് എത്തുമ്പോഴും ഹീറോ ഓടിച്ചെന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹീറോയിനും അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഹീറോയിനും വല്ലാതെ ഫീലിംഗിലായിരുന്നു. എന്നിരുന്നാലും അവനോട് ബ്രേക്കപ്പ് പറഞ്ഞേ മതിയാവൂ, തനിക്ക് വേണ്ടി അവൻ എന്തായാലും വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെ ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നു. അത്രത്തോളം അവനോട് ഇഷ്ടമുണ്ടായിട്ടും എങ്ങനെ അവനോട് ഇത് തുറന്നു പറയുമെന്ന് ആലോചിച്ചിട്ട് ഹീറോയിൻ ഒരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. എന്നിരുന്നാലും അവൾ ധൈര്യം സംഭരിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ എബ്രോഡിലേക്ക് പോവുകയാണെന്ന് അവൾ പറയുമ്പോൾ തന്നെ, അത് കുഴപ്പമില്ല, 1 മാസത്തെ കാര്യമല്ലേ, ഞാൻ വീഡിയോ കോൾ ചെയ്യാം, പിന്നെ ലീവ് കിട്ടുമ്പോഴൊക്കെ അവിടേക്ക് വരികയും ചെയ്യാം, നമുക്ക് പരസ്പരം കാണുകയും ചെയ്യാമെന്ന് അവൻ പറയുന്നു. അതൊന്നും വേണ്ട, ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബ്രേക്കപ്പ് ചെയ്യാമെന്ന് ഹീറോയിൻ തുറന്നടിച്ച പോലെ തന്നെ പറയുന്നു. അവളുടെ വാക്കുകൾ ഹീറോയുടെ കണ്ണുകൾ നിറയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ സമ്മതിക്കില്ല, എന്നെ കൊണ്ടിത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, ഇതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും നീ പറഞ്ഞു എന്ന് തന്നെ ഹീറോ ഭ്രാന്ത് പിടിച്ചതുപോലെ അവളുടെ അടുത്ത് പറയുന്നു. ഇല്ല, ഇതെൻ്റെ ഉറച്ച തീരുമാനമാണ്, നമുക്ക് രണ്ടുപേർക്കും സെറ്റാവില്ല, ബ്രേക്കപ്പ് ചെയ്തേ മതിയാവൂന്ന് ഹീറോയിൻ പറയുന്നു. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? എന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കൊള്ളില്ല, അങ്ങനെ എന്തെങ്കിലും? അതിന് ഹീറോയിൻ ആവട്ടെ, എനിക്ക് നിന്നെ ഇഷ്ടം തന്നെയാണ്, അതാണ് പ്രശ്നം, ദയവ് ചെയ്ത് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, എനിക്ക് ഇതിനപ്പുറം എൻ്റെ ഫ്യൂച്ചറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല, ഇങ്ങനെ ഒരു ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല, എൻ്റെ അംബീഷൻ എനിക്ക് നേടിയെടുത്തേ മതിയാവൂ, അതിന് നിന്നെ ഹർട്ട് ചെയ്യാനും എനിക്ക് സാധിക്കില്ല, ഇപ്പോൾ ഞാൻ നിന്നെ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ, എന്ത് തന്നെയായാലും കുഴപ്പമില്ല, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം, എത്ര നാൾ വേണേലും വെയിറ്റ് ചെയ്തോളാം എന്ന് ഹീറോ പറയുമ്പോൾ, അതൊന്നും പറ്റില്ല, നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്തേ മതിയാവൂ, ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു എന്ന് അവൾ തറപ്പിച്ച് പറയുന്നു. ഇതിനപ്പുറം നിനക്കെന്നെ കോൺടാക്ട് ചെയ്യാനും സാധിക്കില്ല എന്ന് ഹീറോയിൻ പറയുന്നു. ഈ ലോകത്തിൽ നീ മാത്രമായിരിക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് ഹീറോ അവളെ തൊടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും, എന്നെ തൊടരുത്, തൊട്ടാലും എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അവൾ കള്ളമാണ് ഈ പറഞ്ഞിട്ട് പോകുന്നതെന്ന് ഹീറോയ്ക്കും അതുപോലെ അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഇനിയും അവിടെ നിന്നാൽ തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹീറോയിൻ അവിടെ നിന്ന് പോയത്. അവൾ പോയതിനു ശേഷം ഹീറോ വല്ലാതെ നിരാശയിലാവുന്നുണ്ട്. പിന്നീട് 1 മാസം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയ്ക്കൊരു മൂത്ത സഹോദരനും കൂടിയുണ്ട്. അവൻ എബ്രോഡിൽ നിന്ന് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഏത് സമയവും മദ്യപിച്ച് നടക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെയാണ് അവൻ്റെ സഹോദരൻ അവൻ്റെ അടുത്തേക്ക് എത്തിയതും. ഇതെന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത്? നീ ഒരു റേസറാണ്, ഇങ്ങനെ കുടിച്ചാൽ നിന്റെ ശരീരം ഏത് രീതിക്കാവൂ എന്നൊക്കെ ചോദിച്ച് അവനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ ഇതിനപ്പുറം എന്ത് സംഭവിച്ചാലും തനിക്ക് യാതൊരു കുഴപ്പമില്ല, തൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുകയും സഹോദരൻ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ച് മദ്യക്കുപ്പി വാങ്ങിച്ച് വീണ്ടും കുടിക്കുകയും ചെയ്യുന്നു. മൂത്ത സഹോദരനാവട്ടെ അവൻ്റെ അടുത്ത് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അവനാവട്ടെ വീണ്ടും മദ്യപിച്ചതിന് ശേഷം പാട്ട് പാടുകയും ഹീറോയിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. അവനാവട്ടെ എല്ലാം സൈലൻ്റായി കേട്ടുകൊണ്ടിരിക്കുന്നു. എടാ ശരി, ഇതൊക്കെ അവസാനിച്ചല്ലോ, ഇനിയും ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അവളുടെ ഫ്യൂച്ചർ നോക്കി, അതുപോലെ നീ നിന്റെ ഫ്യൂച്ചർ നോക്കണം. നീ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരെ എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്നൊക്കെ അവൻ്റെ സഹോദരൻ ചോദിക്കുന്നു. പക്ഷേ സഹോദരൻ പറയുന്നതൊന്നും ഹീറോയുടെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. പക്ഷേ ഒരേ ഒരു കാര്യം പോകുന്നതിന് മുമ്പായി അവൻ്റെ സഹോദരൻ പറയുന്നുണ്ട്, 5 വർഷങ്ങൾ കഴിഞ്ഞ് അവൾ മടങ്ങിയെത്തുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നീ എങ്കിൽ നിന്നെ അവൾ അംഗീകരിക്കാൻ സാധ്യതയുണ്ടോ എന്ന്. അപ്പോഴാണ് ഹീറോയും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നീട് 5 വർഷങ്ങൾ കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയിൻ മടങ്ങി നാട്ടിലേക്ക് എത്തിയിരുന്നു. ഡോക്ടറേറ്റ് എടുത്തത് കൂടാതെ തന്നെ ഒരുപാട് അവാർഡ്സും ഹീറോയിൻ ഇതിനോടകം തന്നെ കൈക്കലാക്കിയിരുന്നു. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ 4 ആൾ അറിയുന്ന ഒരു പ്രമുഖ വ്യക്തിയായി അവൾ ഇതിനോടകം മാറി. എയർപോർട്ടിൽ വന്നെത്തിയപ്പോൾ തന്നെ അവളുടെ ഇന്റർവ്യൂ എടുക്കാനായി റിപ്പോർട്ടേഴ്സ് ഒക്കെ ചുറ്റും കൂടിയിരുന്നു. ഇനി ചൈനയിൽ തന്നെ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് ചൈനയിൽ തന്നെ ഉണ്ടാവുമെന്ന് അവൾ മറുപടിയും പറയുന്നു.
ഇത് ഹീറോയിനാവട്ടെ 2 അസിസ്റ്റന്റ്മാരും ഉണ്ടായിരുന്നു. അതിലൊരു അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ഹീറോയുടെ വീട്ടുകാരാവട്ടെ അവിടെ വലിയ പ്രമുഖരും പണക്കാരും ആണല്ലോ, അവിടുത്തെ പയ്യന്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ഹീറോയ്ക്ക് ഒരു സഹോദരനുള്ള വിവരം അവൾക്കറിയില്ലായിരുന്നു. അവൻ എബ്രോഡിലായതുകൊണ്ട് തന്നെ ഹീറോയ്ക്കാണ് വിവാഹം നടക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഹീറോയിൻ വല്ലാതെ ഫീൽ ചെയ്യുന്നു. പിന്നീട് ഹീറോയുടെ ഫാമിലിയാണ് കാണിക്കുന്നത്. ഹീറോയുടെ സഹോദരനാവട്ടെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുമായിരുന്നു. അവന്റെ സഹോദരന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഹീറോ ആയിരിക്കുമെന്നാണ് ഹീറോയിൻ കരുതിയിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോ അവിടേക്ക് വരുന്നത്. 5 വർഷം കഴിഞ്ഞുള്ള ഹീറോയാണല്ലോ കാണുന്നത്. അപ്പോൾ മാറ്റം വരണമല്ലോ. അവന്റെ അച്ഛന്റെ ബിസിനസ്സും കൂടി നോക്കി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയൊന്നും കളർ ചെയ്ത് നടക്കുന്നത് ശരിയല്ലല്ലോ, ബിസിനസ് സംബന്ധമായ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ബ്ലാക്ക് കളർ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഹെയർ കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതേസമയം തന്നെയായിരുന്നു ഹീറോയിൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ വിവരം ന്യൂസിൽ നിന്ന് ഹീറോ മനസ്സിലാക്കുന്നത്. അവൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ഹീറോയ്ക്കും അറിയില്ലായിരുന്നു. അവളോട് സംസാരിക്കണോ വേണ്ടയോന്ന് പോലും അവനറിയില്ല. ഇന്റർവ്യൂവിൽ അവൾ സിംഗിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ സിംഗിൾ ആണെന്ന് മാത്രമാണ് അവൾ പറഞ്ഞത്. ഇത് ഹീറോയെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഒരു കമ്പനിയുടെ അംബാസിഡർ ആയിരുന്നു. അപ്പോൾ ആ കമ്പനിക്ക് വേണ്ടി അവൾ പിയാനോ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിനെ വെൽക്കം ചെയ്യാനായി ബോസ് വരുമെന്ന് അവിടുത്തെ സ്റ്റാഫുകൾ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ചെല്ലുമ്പോൾ ആരാണ് അവിടേക്ക് വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അവൻ ബൊക്കെയുമായി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞ് പരസ്പരം കണ്ടപ്പോൾ അവർക്കിടയിൽ ഉണ്ടാവുന്ന ഫീലിങ്സ് എത്രമാത്രമാണെന്ന് പറയേണ്ടതില്ലല്ലോ. രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ കണ്ണുകൾ നിറയുന്നു. ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് വന്ന് കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞ് ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അസിസ്റ്റന്റ് അടുത്ത് ഈ അംബാസിഡർ പദവി വേണ്ടാന്ന് വെച്ചാലോ എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയില്ല, ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഡബിൾ മൈൻഡ് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിറ്റേ ദിവസം രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ചാരിറ്റി ഫംഗ്ഷന് പോകുന്നുണ്ട്. അതേസമയം ആ വിരുന്നിലാവട്ടെ ഹീറോയിന് കൊടുത്ത ഡ്രിങ്ക്സ് ഒക്കെ ഹീറോ വാങ്ങി കുടിക്കുകയും അതുപോലെ തന്നെ അവൾ കഴിക്കാത്ത വെജിറ്റബിൾസ് ഒക്കെ മാറ്റി അവൾക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അവൻ ഇതൊന്നും മറന്നില്ലല്ലോ, ഇത്രത്തോളം തന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച വിരുന്നിലെ വിശിഷ്ട വ്യക്തികളാവട്ടെ നിങ്ങൾക്ക് മുമ്പ് തന്നെ പരസ്പരം അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഗോസിപ്പുകളൊന്നും പറഞ്ഞു വരുത്തല്ലേ, ഞാനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ ഒഴിവാവുന്നു. ഇതേ സമയം തന്നെ ഹീറോയിൻ ഡ്രസ് റൂമിലേക്ക് പോവുകയും ഒരു ഫോൺ കോൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഹീറോ അവളുടെ പിന്നാലെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഡ്രസ് റൂമിന് പുറത്ത് അവൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഹീറോയിൻ അവിടേക്ക് വരികയും ചെയ്യുന്നു. എങ്ങനെയുണ്ട്, നന്നായിരിക്കുന്നുവെന്ന് അവൻ തിരക്കുന്നുണ്ട്. അവന്റെ വിവാഹം കഴിഞ്ഞു എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ തന്റെ ലവ് എക്സ്പോസ് ചെയ്യാതെ നന്നായിരിക്കുന്നു എന്ന് തന്നെ ഹീറോയിൻ പറയുന്നു. നിനക്കെങ്ങനെയുണ്ടെന്ന് അവൾ തിരിച്ചും ചോദിക്കുന്നു. ഉടനടി തന്നെ ഹീറോ ദേഷ്യത്തോടെയും വാശിയോടെ തന്നെ അവളെ ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട്, എങ്ങനെ തോന്നുന്നു നിനക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാൻ? എന്നെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? ഞാൻ നന്നായി തന്നെയാണോ ഇരിക്കുന്നത്? ഇത്രയും നാളായി നിന്നെ പറ്റി തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും നിന്നെ മറക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. നീ എന്നെ പറ്റിച്ചിട്ടാണ് പോയത്. എന്നോട് കാത്തിരിക്കാൻ നീ പറഞ്ഞിരുന്നെങ്കിൽ 1 മാസമല്ല, 1 വർഷമല്ല, എത്ര വർഷങ്ങൾ വേണമെങ്കിലും, ജീവിതകാലം മുഴുവൻ വേണമെങ്കിലും ഞാൻ കാത്തിരുന്നേനെ. എന്നാൽ നീയാണെങ്കിൽ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടാണ് പോയത്. എന്നെ തുടരുത്, എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ പോയത്. ഇപ്പോഴും അതെന്റെ കാതിൻ്റെ ഉള്ളിൽ മുഴുകൊണ്ടേയിരിക്കുകയാണെന്ന് അവൻ പറയുന്നു. ഹീറോയിനാവട്ടെ അവന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞു, എന്നിട്ടും അവൻ അവന്റെ ലവ് എക്സ്പോസ് ചെയ്യാണല്ലോ എന്ന് ഭയത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു. ഇതേ സമയം കൊണ്ട് തന്നെ ഹീറോ ഭയങ്കരമായി കരയാൻ തുടങ്ങിയിരുന്നു. ഇനിയും എന്നെ ഇങ്ങനെ അകറ്റാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഹീറോ ചോദിക്കുന്നു. ഹീറോയിനാവട്ടെ വിവാഹം കഴിഞ്ഞിട്ടും അവനെന്താണ് തന്നോട് ഇങ്ങനെ പെരുമാറുന്നേ എന്ന വിഷമത്തിലാണ്. ഇതേ സമയം തന്നെയാണ് അസിസ്റ്റന്റ് അവളെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നത്. ഇതാണ് അവസരമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെ തട്ടിമാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം നാട്ടിലേക്ക് എത്തിയിട്ട് ഹീറോയിൻ ആവട്ടെ അവളുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ തന്നെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും വളരെയധികം ഇമോഷണൽ ആവുകയും ചെയ്യുന്നു. ഫ്രണ്ട് ആവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട് ഹീറോയെ കണ്ടിരുന്നു എന്നും അവൻ മാരേജിന് ശേഷം തന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു എന്നവൾ പറയുന്നത് കേട്ടപ്പോൾ, എന്തോന്ന് മാരേജോ? ആരുടെ? നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? അവന്റെ മാരേജ് ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് സുഹൃത്ത് പറയുന്നു. അല്ല, ഞാനൊരു ന്യൂസിൽ കണ്ടിരുന്നല്ലോ എന്നവൾ പറയുന്നത് കേട്ടപ്പോൾ, അയ്യോ അത് അവൻ്റെതല്ല, അവൻ്റെ മൂത്ത ചേട്ടനുണ്ടല്ലോ, നീ പോയതിനു ശേഷമാണ് എബ്രൈഡിൽ നിന്ന് മടങ്ങി വന്നത്. അദ്ദേഹത്തിൻ്റെ വിവാഹമാണ് കഴിഞ്ഞത്, അല്ലാതെ ഹീറോയുടെ വിവാഹമൊന്നുമല്ല. ഇതുവരെയും ഒരു ഭ്രാന്തനെ പോലെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ചുറ്റി നടക്കുകയായിരുന്നു. ഇതുവരെയും ആരെയും അവൻ ഡേറ്റ് ചെയ്തിട്ടും ഇല്ല എന്ന് ഫ്രണ്ട് പറയുന്നു. ഇത് ഹീറോയിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇത്രയും നാൾ തന്നെക്കുറിച്ച് ഓർത്താണല്ലോ അവൻ ജീവിച്ചെന്ന് ഓർത്തിട്ട്. ഈ സമയത്താണ് ഫ്രണ്ട് ഒരു കാര്യം പറയുന്നത്. അവൾക്കും ഹീറോയുടെ ഫ്രണ്ടിനും ഇപ്പോൾ വിവാഹം നടക്കാൻ പോവുകയാണ്. തീർച്ചയായും വിവാഹത്തിന് എൻ്റെ ബ്രൈഡ് മെയ്ഡായി എന്നോടൊപ്പം കാണണമെന്നും ആ പെൺകുട്ടി അവളോട് ആവശ്യപ്പെടുന്നു. ഹീറോയെ കണ്ടിട്ടും അവൾക്ക് സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും നാളും അവളെ ഓർത്തല്ലേ അവൻ ജീവിച്ചതും. ഇതുവരെ അവൻ്റെ മാരേജും കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ ബ്രൈഡ് ആവട്ടെ ഫ്ലവർ ബൊക്കെ എറിയുമ്പോൾ ഹീറോ ആവട്ടെ ചാടി കയറിയത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ പൂച്ചെണ്ട് വേണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ട് എനിക്ക് വാങ്ങിച്ചുകൂടാ?
എനിക്കും മാരേജിന്റെ ടൈം ആണല്ലോ ഇപ്പോൾ, നീ തരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ ബൊക്കെ ഞാൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഹീറോയിൻ കൈ നീട്ടുന്നു. പിന്നീട് അവർ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ കണ്ണ് കെട്ടിയിട്ട് ഒരാളെ പിടിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും ആരെയും അവളുടെ കൈവിട്ടത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഹീറോ ആവട്ടെ സ്വമേധയെ തന്നെ അവളുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നു. ഗെയിമിൽ ഔട്ടാവുന്നവര് പാട്ട് പാടണമായിരുന്നു. ഹീറോ ആവട്ടെ സ്വന്തമായി ഹീറോയിന് വേണ്ടി അവിടെ വെച്ച് തന്നെ ഒരു പാട്ട് എഴുതി പാടുന്നുണ്ട്. തന്നെ ഓർത്ത് തനിക്ക് വേണ്ടി ഇത്രത്തോളം സ്നേഹത്തോടെ ഒരു പാട്ട് പാടാൻ അവന് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഹീറോയിന് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ പാർട്ടിയിൽ വെച്ച് ഹീറോ ആവട്ടെ ഒരുപാട് ഡ്രിങ്ക്സ് കഴിക്കുകയും അവന് നടക്കാൻ പറ്റാത്ത രീതിയിൽ വരെ ആകുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിനോട് അവൻ്റെ മുറിയിലേക്ക് കൊണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അപ്പാർട്ട്മെന്റിലേക്ക് ഹീറോയെ കൊണ്ടാക്കുമ്പോൾ കോഡ് എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ലോക്ക് ഓപ്പൺ ചെയ്യാനായി. അത് അവളുടെ ബർത്ത്ഡേ തന്നെയാണ്, അവൾ തന്നെ ഓപ്പൺ ചെയ്തോളാനും അവൻ പറയുന്നു. അവനെ അവിടെ വിട്ടിട്ട് വരാനായി ഹീറോയിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ആവട്ടെ അവളെ ഇറുക്കെ പിടിക്കുന്നുണ്ട്. ഇനിയും നിന്നെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ തന്നെ 5 വർഷത്തിന് ശേഷമല്ലേ നീ വന്നത്, ഞാൻ എത്രത്തോളം നിന്നെ മിസ് ചെയ്തെന്ന് അറിയാമോ എന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ ഹീറോയിൻ ആവട്ടെ ഞാൻ വേറെ എവിടെയും പോയില്ല, നിനക്ക് വേണ്ടി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. നൈറ്റ് ആയപ്പോഴേക്കും ഫ്രണ്ട് വിളിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവളാവട്ടെ അങ്ങനെയൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതേ രാത്രി തന്നെ ഹീറോ ആവട്ടെ വീണ്ടും ഹീറോയിനെ കാണാനായി വന്നിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും നിന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ ആരുമില്ല, അങ്ങനെ എന്നെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമമെങ്കിൽ തീർച്ചയായും പകുതിക്ക് വെച്ച് തന്നെ ഉപേക്ഷിച്ച് പോരുതെന്നും സത്യസന്ധമായും സംശയമൊന്നുമില്ലാതെ ഇരിക്കണമെന്ന് ഹീറോയിൻ ആവട്ടെ അവനോട് പറയുന്നു. ഉടനടി തന്നെ ഹീറോയിൻ പറയുന്നുണ്ട് എന്തെങ്കിലും തെറ്റവന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചാൽ തീർച്ചയായും അതിന് പണിഷ്മെന്റ് ഉണ്ടെന്ന്. ഹീറോയ്ക്ക് ഇതിനപ്പുറം ഒരു സന്തോഷമില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ ആവട്ടെ ഫസ്റ്റ് തന്നെ അവനെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അതിനപ്പുറം അവരിരുവരും ഡേറ്റ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ അവളെ നല്ലപോലെ കെയർ ചെയ്യുകയും ഹീറോയിൻ ആവട്ടെ നല്ലപോലെ തന്നെ ഡേറ്റ് ചെയ്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവള് ജോലികളൊന്നും നല്ലപോലെ ചെയ്യുന്നില്ലല്ലോ എന്ന് അസിസ്റ്റന്റുമാർ രണ്ടുപേരും കുശലം പറയുകയും ചെയ്യുന്നു. വർക്കിന്റെ ഇടയിൽ ഹീറോ അവളെ വിളിക്കാൻ വരികയും അവരിരുവരും കാറിൽ റൊമാൻസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് അവളുടെ മുത്തശ്ശി മരിച്ചതും ലണ്ടനിലേക്ക് പോയതും അതേ തുടർന്ന് എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നും ഹീറോയെ മിസ് ചെയ്തു എന്നും ലോൺലി ആയിരുന്നു എന്നും ഒക്കെ ഹീറോയോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്ത് പറയുമ്പോൾ ഹീറോയിൻ കരയുകയായിരുന്നു. അവളുടെ വാക്കുകളൊക്കെ കേട്ട് ഹീറോയുടെയും കണ്ണുകൾ നിറയുന്നുണ്ട്. നീ കരഞ്ഞാൽ അത്ര സുന്ദരിയൊന്നുമല്ല, ഇനിയും കരഞ്ഞാൽ കിസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ഭയപ്പെടുത്തുന്നുണ്ട്. ഹീറോയിനാവട്ടെ കരച്ചിൽ നിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അയ്യേ പോടാ എന്ന് പറഞ്ഞിട്ട് അവളെ തള്ളിക്കളഞ്ഞിട്ട് ഓടുന്നുണ്ടെങ്കിലും ഹീറോ വിടുവോ അവളെ പിടിച്ചു നിർത്തി റൊമാൻസ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ആവട്ടെ റീസ് വിഷയമായി എബ്രോഡിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞൊരു ലെറ്റർ എഴുതി വെച്ച് ഹീറോ പോയിരിക്കുകയാണ്. അതേസമയം തന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവനിവിടെ ഇല്ലല്ലോ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ ഷോപ്പിംഗ് എന്നൊക്കെ അവളുടെ ഫ്രണ്ട് കള്ളം പറഞ്ഞതാണ്. ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ പഴയ കോളേജിലേക്കാണ് പോയത്. അവിടെ ആവട്ടെ അവരിരുവരുടെ ലവ് സ്റ്റോറി അനിമേഷൻ രൂപേണ വീഡിയോ ആക്കി ചിത്രീകരിച്ചിരിക്കുകയായിരുന്നു. അതൊരു പ്രൊജക്ടറിലെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. എന്താ ഈ നടക്കുന്നതെന്ന് ആലോചിച്ച് ഹീറോയിൻ വല്ലാതെ ഷോക്കാവുന്നു. അതേസമയം തന്നെയായിരുന്നു ഫ്ലവർ ബൊക്കെയും റിങ്ങുമായി ഹീറോ അവളുടെ അടുത്തേക്ക് വന്നത്. ഇതിനപ്പുറം തന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല, പിരിഞ്ഞിരിക്കാൻ വയ്യ, വേഗം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നു. അവളും ഇതിനു വേണ്ടിയല്ലേ കാത്തിരുന്നത്. പെട്ടെന്ന് തന്നെ അവൾ എസ് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും ഹീറോയിനും മാരേജ് ചെയ്യാം എന്ന് തീരുമാനിച്ചെടുത്ത് തന്നെ നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടെന്നും കൂടി പറയുക. ഡ്രാമയിൽ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അനു, ഹുദ, മെഹറിൻ, ഷഫ, ഷഹാല, ലൈല, ഫിൽസ, അസീസ്, ഫിയ, അനീറ്റ, അൻഷ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ഓപ്ഷൻ കൂടെ കൊടുക്കുക. മറക്കാതെ തന്നെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നെന്നും കൂടെ പറഞ്ഞിട്ട് പോവുക. അപ്പോൾ പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.